മാരുതി സുസുക്കി ബ്രസ അതിൻ്റെ സ്റ്റിയറിങ്ങിൽ വരുന്ന എയർ ബാഗ് എങ്ങനെ അയക്കാന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യം ഫസ്റ്റ് വരുന്നത് ഈ ഒരു മോഡലിന് ഫസ്റ്റ് വരുന്നുണ്ട് ഇതുപോലെ കണ്ട സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു സൈഡിൽ താഴെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു ഹോൾ കണ്ട. ഈ ഒരു ഹോളിൽ കൂടെ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് അങ്ങ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലും ഉണ്ടാവും. ഇതുപോലെ റൈറ്റ് സൈഡിൽ ഇത് ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ഇതിവിടെ ഒരു ഹോൾ. ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ആ ലോക്ക് എയർ ബാഗിൻ്റെ ലോക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവിടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ എയർ ബാഗ് മൊത്തത്തിൽ ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ജസ്റ്റ് കണക്ട് ആ ഹോളിൽ കറക്റ്റാക്കി പോകുന്ന ഒരു സാധനം എടുത്തതിന് ശേഷം ആ ഹോളിൽ കൂടെ ജസ്റ്റ് ഒന്ന് തിക്കുക. സമയത്ത് ഈ സൈഡ് ഈ ഭാഗം പൊന്തി വല്ല ലെഫ്റ്റ് സൈഡ് ഭാഗം പൊന്തി വന്ന് അതുപോലെ റൈറ്റ് സൈഡത്തെ ഹോളിൽ കൂടെ ഈ ഹോളിൽ കൂടെ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യാം. കണ്ടോ അപ്പോൾ ഇങ്ങനെ പൊന്തി വന്ന് കണ്ട. അതിന് ശേഷം നമുക്ക് പതുക്കെ വലിച്ചെടുക്കാം. ജസ്റ്റ് ഈ രണ്ട് ലോക്ക് മാത്രമേ വരുന്നു. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് ഈ രണ്ട് ലോക്ക് ഈ ഒരു ലോക്ക് ഇങ്ങനെ പ്രസ്സാവും. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു ലോക്ക് ഇങ്ങനെ പ്രസ്സാവും. ഇങ്ങനെ പ്രസ്സായിട്ടാണത്. അതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു മഞ്ഞ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് മേലേക്ക് പൊക്കിയെടുക്കാം. ശേഷം താഴെ ഈ ബ്ലാക്കിൻ്റെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് തിക്കിക്കഴിഞ്ഞാൽ എന്താ ഇതിങ്ങ് പുറത്തേക്ക് വരും. കണ്ടോ പുറത്തേക്ക് വന്ന് അതിന് ശേഷം എയർ ബാഗ് മാറ്റാണ്ടെങ്കിൽ മാറ്റിയതിന് ശേഷം ഇതുപോലെ തിരിച്ചതുപോലെ ഫിറ്റ് ചെയ്യാം. തിരിച്ചതുപോലെ ഈ ബ്ലാക്ക് ആദ്യം പ്രസ് ചെയ്യാം, ശേഷം മഞ്ഞ പ്രസ് ചെയ്ത് പിടിക്കാം. ശേഷം തിരിച്ച് ഇതുപോലെ ഫിക്സ് ചെയ്യാൻ എയർ ബാഗ് ഫിക്സ് ചെയ്യാൻ സിമ്പിളാണ്. നേരെ കറക്റ്റ് സെൻറ്റർ വെക്കുക. കറക്റ്റ് ആ പൊസിഷൻ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. കേട്ടോ ഓക്കെ കണ്ടോ എയർ ബാഗ് ഓക്കെ. എയർ ഫിക്സ് ചെയ്യും കറക്റ്റ് സിമ്പിളാണ്. ഏറ്റവും സിമ്പിളാണ് ഇത്. ഈ രണ്ട് സൈഡ് ഈ ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലും രണ്ട് ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഒരു സ്കൂട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒരു തിക്ക് അപ്പോൾ ആ ലോക്ക് ഒന്ന് റിമൂവ് ആവും. പുറകിൽ വലിച്ചെടുക്കുക.